അക്കാഡമിക് റൈറ്റിംഗിന്റെ 4th ചാപ്റ്റർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ നെയിം എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ് എന്നാണ്. ഇതിൽ പറയുന്നത് റെറ്റോറിക്കൽ മോഡ്സിനെ കുറിച്ചാണ്. നമ്മൾ 2nd ചാപ്റ്റർ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെറ്റോറിക്കൽ മോഡ്സും അതിന്റെ ഫങ്ഷൻസും. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെറ്റോറിക്കൽ മോഡ്സ് ഓരോന്നിനെ കുറിച്ചാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് വരുന്നത് 9 റെറ്റോറിക്കൽ മോഡ്സ് ആണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒന്നാമത്തത് നരേഷൻ, പിന്നെ ഡിസ്ക്രിപ്ഷൻ, ഇലൂസ്ട്രേഷൻ, ആർഗ്യുമെന്റേഷൻ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, കോസ് ആൻഡ് എഫക്റ്റ്, ഡെഫിനീഷൻ, പ്രോസസ് അനാലിസിസ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഈ 9 റെറ്റോറിക്കൽ മോഡ്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെയാണ് നരേഷൻ. നരേഷൻ ഓർ നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റെറ്റോറിക്കൽ മോഡ് സ്യൂട്ടബിൾ ഫോർ റിലേറ്റിംഗ് എ സീക്വൻസ് ഓഫ് ഈവൻസ് ഓർ തോട്ട്സ്. ഈ നരേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഈവൻസ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിനെയൊക്കെ റിലേറ്റ് ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റെറ്റോറിക്കൽ മോഡാണ് നരേഷൻ എന്ന് പറയുന്നത്. അത് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഫിക്ഷണലും, 2 നോൺ ഫിക്ഷണലും. ഈ ഫിക്ഷണൽ എന്നൊക്കെ നമ്മൾ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് റിയൽ, അതൊരു ഇമാജിനേഷൻ ആണ്, സാങ്കല്പികമാണ്. നോൺ ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ റിയൽ ആണ്. ഓക്കെ, അപ്പൊ ഫിക്ഷണൽ നരേറ്റീവും ഉണ്ട്, നോൺ ഫിക്ഷണൽ നരേറ്റീവും ഉണ്ട്. ഫിക്ഷണൽ നരേറ്റീവിൽ വരുന്നതാണ് ഷോർട്ട് സ്റ്റോറി, നോവൽ, നോവെല്ല, ഫോക്ലോർ. ഇതിലിപ്പോ നിങ്ങൾക്ക് പരിചയമില്ലാത്തത് നോവെല്ല എന്ന് പറഞ്ഞ വേർഡ് ആയിരിക്കും അല്ലെ. നോവെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിഗ്ഗർ ദാൻ ഷോർട്ട് സ്റ്റോറി. ഒരു ഷോർട്ട് സ്റ്റോറിനേക്കാളും ബിഗ്ഗർ ആണ്, ബട്ട് സ്മോളർ ദാൻ നോവൽ, ഒരു നോവലിനേക്കാളും ചെറുതാണ്. അങ്ങനത്തെ ഉള്ള ടൈപ്പിനെയാണ് നമ്മൾ നോവെല്ല എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫിക്ഷണൽ നരേറ്റീവിൽ ഏതൊക്കെയാ വരിക? ഷോർട്ട് സ്റ്റോറി, നോവൽ, നോവെല്ല, ഫോക്ലോർ. ഫോക്ലോർ എന്ന് പറഞ്ഞാൽ നാടോടി കഥ. ഇനി നോൺ ഫിക്ഷണൽ നരേറ്റീവിൽ വരുമ്പോൾ ഓട്ടോബയോഗ്രഫി, ബയോഗ്രഫി, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്, ഹിസ്റ്റോറിക്കൽ ഈവൻസ്, റീകൗണ്ട് ഓഫ് ഇൻസിഡൻസ്, ഇതൊക്കെയാണ് നോൺ ഫിക്ഷണൽ നരേറ്റീവിൽ വരിക. അപ്പൊ നോൺ ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ റിയൽ ആണ് അല്ലെ. ഓട്ടോബയോഗ്രഫി, ഒരാളുടെ ജീവചരിത്രം എന്നൊക്കെ പറയുന്നത് റിയൽ ആണ്. പക്ഷെ ഫിക്ഷണൽ നരേറ്റീവ് അതിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഷോർട്ട് സ്റ്റോറി, നോവൽ, ഒക്കെ അതൊക്കെ ഒരാളുടെ ഇമാജിനേഷനിലൂടെ ഉണ്ടായെടുക്കുന്ന കഥകളാണ്, വെറും എന്താ പറയുക ഇമാജിനേഷൻസ് ആണ്. അപ്പൊ അതാണ് ഫിക്ഷണലും നോൺ ഫിക്ഷണലും. അപ്പൊ നരേറ്റീവിൽ 2 എണ്ണം ഉണ്ട്, ഫിക്ഷണൽ, നോൺ ഫിക്ഷണൽ. ഇനി പറയാൻ പോകുന്നത് അതിന്റെ ഗൈഡ് ലൈൻസ് ആണ്. ജനറൽ ക്യാരക്ടറിസ്റ്റിക് ആണ് പറയാൻ പോകുന്നത്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നരേറ്റീവ് റൈറ്റിംഗ്. അതില് നമുക്ക് ഒരു 6 ക്യാരക്ടറിസ്റ്റിക് ആണ് വരുന്നത്. ഒന്നാമത്തേത് ഒരു പ്ലോട്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റോറി എഴുതാൻ പോവാന്ന് വിചാരിക്കാം. അപ്പോൾ അതൊരു നരേറ്റീവ് റൈറ്റിംഗ് ആണ് അല്ലെ. അങ്ങനെ ഒരു സ്റ്റോറി എഴുതാൻ പോകുമ്പോൾ നമ്മൾക്കുള്ള അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് പറയുന്നത്. ഒന്നാമത്തെ പ്ലോട്ട്, പിന്നെ സെറ്റിംഗ്. പ്ലോട്ട് മീൻസ് refers to the events that constitute the narrative. അതിനെയാണ് പ്ലോട്ട് എന്ന് പറയാ. സെറ്റിംഗ് refers to the location and time of events. ഒരു ലൊക്കേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്ന ടൈം, കാര്യങ്ങളൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തേത് ക്യാരക്ടേഴ്സ്. നമ്മളൊരു സ്റ്റോറി എഴുതുമ്പോൾ അതിൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. മെയിൻ ആയിട്ട് ആരുണ്ടാവുക? പ്രൊട്ടഗോണിസ്റ്റ്. പ്രൊട്ടഗോണിസ്റ്റ് മീൻസ് സെൻട്രൽ ക്യാരക്ടർ. ആ ഒരു പ്രൊട്ടഗോണിസ്റ്റ് ഉണ്ടാവും, വില്ലനും ഉണ്ടാവും. അതാണ് ക്യാരക്ടേഴ്സിൽ പെടുന്നത്. പിന്നെ കോൺഫ്ലിക്റ്റ്. ഒരു സ്റ്റോറി എഴുതുമ്പോൾ അതിൽ എന്തായാലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തർക്കത്തിനെ കുറിച്ചൊക്കെ ഉണ്ടാവും എന്തായാലും. അതാണ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് റെഫേഴ്സ് ടു എ പ്രോബ്ലം കോസ്ഡ് ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ഒപ്പോസിംഗ് ഫോഴ്സസ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ക്യാരക്ടർ. അതിലെ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ക്യാരക്ടേഴ്സോ ഒക്കെ വഴി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുക, അതിനെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. അഞ്ചാമത്തെയാണ് റീസൊല്യൂഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ ക്ലൈമാക്സ് ഓഫ് ദ സ്റ്റോറി, എ സൊല്യൂഷൻ ടു ദാറ്റ് കോൺഫ്ലിക്റ്റ്. നേരത്തെ ഉണ്ടായ ആ ഒരു പ്രശ്നം, അതിന്റെ എന്താ പറയാ സൊല്യൂഷൻ ആയിരിക്കും ഇതിൽ പറയുന്നുണ്ടാവുക. അത് ക്ലൈമാക്സിലല്ലേ നമ്മൾ പറയാ. അപ്പൊ അതാണ് റീസൊല്യൂഷനിൽ പറയുക. ഇനി ഏറ്റവും അവസാനത്തെയാണ് പോയിന്റ് ഓഫ് വ്യൂ. ഇറ്റ് ഈസ് ദ പെർസ്പെക്റ്റീവ് അഡോപ്റ്റഡ് ഫോർ റെൻഡറിംഗ് ദ സ്റ്റോറി ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ. ഇതാണ് 6 ക്യാരക്ടറിസ്റ്റിക് ഓഫ് നരേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. പ്ലോട്ട്, സെറ്റിംഗ്, ക്യാരക്ടേഴ്സ്, കോൺഫ്ലിക്റ്റ്, റീസൊല്യൂഷൻ ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ. ചോദിക്കാം. ഇനി അടുത്തത് ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് നരേറ്റീവ് എസ്സേ. ഒരു നരേറ്റീവ് എസ്സേ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെയാണ് പറയുന്നത്. എ നരേറ്റീവ് എസ്സേ മേ ബി ഡീൽസ് വിത്ത് ദ റൈറ്റേഴ്സ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഓർ എനി എക്സ്പീരിയൻസ് ഓഫ് ഈവൻസ്. ഇപ്പൊ നിങ്ങളോട് ഒരു സ്റ്റോറി എഴുതാൻ പറഞ്ഞു.
നമ്മുടെ തന്നെ സ്റ്റോറി എഴുതാം, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ സ്റ്റോറി എഴുതാം, നമുക്ക് ഉണ്ടാക്കിയ ഒരു സ്റ്റോറി എഴുതാം. അപ്പോൾ ചിലപ്പോൾ അത് പേഴ്സണലായി, നമ്മുടെ തന്നെ സ്റ്റോറി ആണെങ്കിൽ അത് പേഴ്സണൽ ആയി അല്ലേ. അങ്ങനെ നമുക്ക് പേഴ്സണൽ ആയിട്ടും നറേറ്റീവ് എസ്സേ എഴുതാം. ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ഈസ് യൂസ്ഡ് വെൻ ഇറ്റ് ഈസ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസോട് കൂടി എഴുതുന്നതാണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം എഴുതാൻ. എൻ്റെ, എനിക്ക്, ഞാൻ എന്നൊക്കെ പറഞ്ഞ് വേണം നമ്മൾ എഴുതാനായിട്ട്. ഇനി അടുത്തതായി പറയുന്നത് body paragraphs are to be arranged keeping in mind the sense of time. Body paragraphs ഒക്കെ നമ്മൾ കറക്റ്റ് ആ സെൻസിൽ തന്നെ എഴുതണം. പിന്നെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വേണം. അതിൽ നമ്മൾ ആ ഒരു സംഭവത്തിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദ മെസ്സേജ് ഓഫ് ദ നറേറ്റീവ് ഈസ് ടു സ്പെൽ ഔട്ട് ക്ലിയർലി ഇൻ ദ കൺക്ലൂഡിംഗ് പാരഗ്രാഫ്. ഇത് എന്താണ് ഈ സംഭവം, ഇതിന്റെ മെസ്സേജ് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺക്ലൂഡിംഗ് പാരഗ്രാഫിലാണ് കൊടുക്കുക. അതേപോലെ തന്നെ ഡയലോഗ്സ്, ഡിസ്ക്രിപ്ഷൻ, റീകൗണ്ടിങ് ആക്ഷൻസ് ക്യാൻ ബി യൂസ്ഡ്. നമുക്ക് അതേപോലുള്ള ഡയലോഗ്സും ഡിസ്ക്രിപ്ഷനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കോൺഫ്ലിക്ട്സ് ആൻഡ് പ്രോബ്ലംസ് ആർ ടു ബി യൂസ് ടു ക്രിയേറ്റ് സസ്പെൻസ് ടു ദ റീഡർ. ഇത് വായിക്കുന്ന ആൾക്ക് സസ്പെൻസ് കൊടുക്കാനായിട്ട് കോൺഫ്ലിക്ട്സും പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാനായിട്ട് കഴിയും. ഇതാണ് ഗൈഡ് ലൈൻസ് ഫോർ ദ റൈറ്റിംഗ് നറേറ്റീവ് എസ്സേ. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ നറേറ്റീവിൽ ഓർ നരേഷനിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താ, അത് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഫിക്ഷണലും നോൺ ഫിക്ഷണലും. അതിന് എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു, ഗൈഡ് ലൈൻസും പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ നമ്മൾ എക്സാമിന് ഇപ്പൊ നിങ്ങളൊരു നരേറ്റീവ് എസ്സേ എഴുതൂ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് റിലേറ്റഡ് ടു ഓണം അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് നമ്മൾ കുട്ടിക്കാലത്ത് ഓണത്തിനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള ടൈപ്പ് കാര്യങ്ങളെയാണ് നമ്മൾ നരേറ്റീവ് എസ്സേയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ. Description refers to the ability to describe things, persons, and events. It is an important skill in communication. Description involves presenting information in a manner appealing to our senses, sight, taste, touch, sound and smell. അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക, അത് തന്നെയുള്ളൂ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. അത് 2 ടൈപ്സ് ഉണ്ട്. നമ്മൾ മറ്റേ 2 ടൈപ്സ് പറഞ്ഞില്ലേ, ഫിക്ഷണലും നോൺ ഫിക്ഷണലും. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ 2 ടൈപ്സ് ഉണ്ട്, സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷനും ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷനും. സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ ദ എലമെന്റ്സ് ഓഫ് സബ്ജക്റ്റിവിറ്റി. ദാറ്റ് മീൻസ് ഇൻ സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ദ റൈറ്റേഴ്സ് ടേസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, എക്സ്പീരിയൻസസ് ആൻഡ് പേഴ്സണൽ ഈവൻസ്, ഇൻട്രസ്റ്റ് ആർ ഇൻക്ലൂഡഡ്. അപ്പൊ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റും എക്സ്പീരിയൻസസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുന്നതിനെയാണ് സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ. ഇതിൽ നമ്മൾ റൈറ്ററിന്റെ ഇൻട്രസ്റ്റോ ഫീലിങ്സോ ഡിസ്ലൈക്സോ ലൈക്സോ എക്സ്പീരിയൻസസോ ആർ നോട്ട് ഇൻക്ലൂഡഡ്. അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയില്ല. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലത്തിനെ കുറിച്ച് ഒരു എസ്സേ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലായി നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് ഒക്കെ നമ്മുടെ ഇമോഷണലും ഫീലിങ്സും ലൈക്സും ഒക്കെ പറഞ്ഞ് നമ്മൾ എഴുതും അല്ലെ. അപ്പൊ അതെന്താണ്, സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മുടെ റൈറ്ററിന്റെ ഫീലിങ്സും ഇൻട്രസ്റ്റ് ഒക്കെ കൂടി എഴുതുന്നതാണ് സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഒരു സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ജനിച്ചു വളർന്ന സ്ഥലത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാം. പിന്നെ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ ഫ്രണ്ട് ജനിച്ച് വളർന്ന സ്ഥലത്തിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം കാര്യങ്ങളൊന്നും അറിയില്ല. ആ സ്ഥലം അറിയായിരിക്കും, പക്ഷെ അവളുടെ പോലെ നമുക്ക് ഫീലിങ്സോട് കൂടി എക്സ്പീരിയൻസോട് കൂടി അവിടുത്തെ കാര്യങ്ങള് ലൈക്സ് ഒക്കെ വെച്ച് നമുക്ക് എഴുതാനായിട്ട് കഴിയില്ല അല്ലെ. ആ ടൈപ്പാണ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും. ഇനി ഇതിൽ പറയുന്ന കാര്യം ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡിസ്ക്രിപ്ഷൻ എസ്സേ 2 ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അറേഞ്ച് യുവർ ഡിസ്ക്രിപ്റ്റീവ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ ആദ്യം എഴുതി ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവസാനം എഴുതി, അങ്ങനത്തെ രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇൻ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ യൂസ് ആക്റ്റീവ് വെർബ്സ് ഫോർ എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. ആക്റ്റീവ് വെർബുകളൊക്കെ യൂസ് ചെയ്ത് എഴുതാം. പിന്നെ അതേപോലെ തന്നെ എന്താ, ഇഫ് യു ആർ റൈറ്റിംഗ് സബ്ജക്റ്റീവ് ടൈപ്പ് യു ക്യാൻ യൂസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ആയി. നമ്മൾ
പേഴ്സണൽ ഫീലിങ്സ് ഒക്കെ വെച്ച് വിശദീകരിച്ച ഒരു കാര്യത്തിനെ കുറിച്ച് എഴുതുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ്. അതിൽ നമ്മൾ രണ്ട് ടൈപ്പ് പറഞ്ഞു, സബ്ജക്റ്റീവും പിന്നെ അതേപോലെ തന്നെ ഒബ്ജക്റ്റീവും. അപ്പൊ രണ്ട് ടൈപ്പ് നമ്മൾ കഴിഞ്ഞു കേട്ടോ. നരേറ്റീവും കഴിഞ്ഞു, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കഴിഞ്ഞു. ഇനി മൂന്നാമത്തതാണ് ഇലൂസ്ട്രേഷൻ. ഇലൂസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു റെറ്റോറിക്കൽ മോഡാണ് ഓഫ് എക്സ്പ്ലെയിനിങ് സംതിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ. എക്സാമ്പിൾ സഹിതം വിശദീകരിക്കുന്നതിനെയാണ് നമ്മൾ ഇലൂസ്ട്രേഷൻ എന്ന് പറയാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇംഗ്ലീഷിലൊക്കെ ഇപ്പൊ മെറ്റഫർ, ഈ ഒരു പോയത്തിലെ മെറ്റഫറിനെ കണ്ടുപിടിച്ച് എഴുതൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ട് ഈസ് മെറ്റഫർ എന്ന് നമ്മൾ ഒരു ലൈൻ എഴുതും. അത് കഴിഞ്ഞിട്ട് ആ ലൈനിൽ വരുന്ന മെറ്റഫർ അണ്ടർലൈൻ ചെയ്ത് ഒക്കെ നമ്മൾ എടുത്ത് എഴുതും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എക്സാമ്പിൾ സഹിതം നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ ഇലൂസ്ട്രേഷൻ എന്ന് പറയാ. ഇപ്പൊ നിങ്ങളോട് നിങ്ങളുടെ സിറ്റിയിലുള്ള വേസ്റ്റുകളൊക്കെ അടിഞ്ഞു കൂടുന്നു, അപ്പൊ അതിനെ പറ്റി ഒരു എസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ എഴുതി എക്സാമ്പിൾ കൂടി ചേർത്ത് നമ്മൾ എഴുതുന്നു. അതിനെയാണ് ഇലൂസ്ട്രേഷൻ എന്ന് പറയാ. ഇലൂസ്ട്രേഷന്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഇലൂസ്ട്രേറ്റീവ് റൈറ്റിംഗ്. ഇൻ ആൻ ഇലൂസ്ട്രേറ്റീവ് എസ്സേ വി ക്യാൻ യൂസ് sufficient number of examples. Example must ആണ്. Example in an illustrative essay serve as evidence. Evidence ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. Images, graphs, chart, diagrams can be used as examples. Examples are arranged in a proper manner. If there are more one example, അറേഞ്ച് ദം ഇൻ എൻ ഓർഡർ ഓഫ് ദെയർ ഇമ്പോർട്ടൻസ്. അപ്പൊ ഒരുപാട് ഒന്നി കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ഓർഡറിലൊക്കെ വാരി വലിച്ച് എഴുതാൻ പാടില്ല, കറക്റ്റ് ഓർഡറിലൊക്കെ നോക്കിയിട്ട് എഴുതാം. അതേപോലെ തന്നെ while selecting the examples the type of audience should be considered. നിങ്ങൾ ഒരു എക്സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഓഡിയൻസിനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സിറ്റിയിൽ വേസ്റ്റ് അടിഞ്ഞു കൂടുന്നതിനെ കുറിച്ചുള്ള ഒരു എസ് ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും എഴുതാണ്ട് നിങ്ങൾ കുടിച്ച ആ ഒരു ഫ്രൂട്ടിയുടെ ബോട്ടിൽസ് ഒക്കെ നിങ്ങൾ വലിച്ചെറിയുന്നു, നിങ്ങൾക്ക് ആ പ്ലാസ്റ്റിക് കവേഴ്സ് എറിയുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് നമ്മൾ എഴുതാം. അപ്പൊ ആ ഒരു ഓഡിയൻസിനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം എക്സാമ്പിൾസ് എഴുതാനായിട്ട്. അപ്പൊ ഇലസ്ട്രേറ്റീവ് എസ്സേയിലെ ഫീച്ചേഴ്സ് അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ പറയുന്നുണ്ട് ഇപ്പൊ സാമ്പിൾ ടോപ്പിക്സ് കേട്ടോ, നമുക്ക് എക്സാമിനൊക്കെ വരുന്ന രീതിയിലുള്ള സാമ്പിൾ ടോപ്പിക്സ് ആണ് പറയുന്നത്. ചേഞ്ചസ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറിന് വരുന്ന ചേഞ്ചസ് എക്സാമ്പിളോട് കൂടിയിട്ട് നമ്മൾ അത് എഴുതാൻ നോക്കുക. ഹൗ ഡസ് ക്ലോത്തിങ് എൻഹാൻസ് യുവർ അപ്പിയറൻസ്, അതും എക്സാമ്പിൾ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എഴുതാനായിട്ട്. അപ്പൊ ഇലൂസ്ട്രേഷൻ എന്നുള്ള ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ എക്സാമ്പിൾ എന്നാണ് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ കഴിഞ്ഞു, നരേറ്റീവും ഡിസ്ക്രിപ്ഷനും ഇലൂസ്ട്രേഷനും. 4ാമത്തത് ആർഗ്യുമെന്റേഷൻ. അപ്പൊ നമ്മുടെ ആർഗ്യുമെന്റേഷൻ എസ്സേനെ പറയുന്ന മറ്റൊരു പേരാണ് പെർസ്വേസീവ് എന്നും കൂടി പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് ഈസ് ടു പെർസ്വേഡ് ദ റീഡർ ടു തിങ്ക് ഇൻ ദ സെയിം വേ ദ റൈറ്റർ വാണ്ട്സ് ദം ടു തിങ്ക്. നമ്മൾ എഴുതുന്ന ആള് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ, ഞാൻ എഴുതുന്ന പോലെ ഇതേ സെൻസിൽ തന്നെ അവർ വായിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് വെച്ച് എഴുതുന്നതാണ് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ന് പറയുന്നത്. ഇൻ ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് ദ റൈറ്റർ ഗീവ്സ് ദ ഒപ്പീനിയൻ ആൻഡ് വ്യൂസ് ഇൻ കൺവിൻസിങ് മാനർ. അവർ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള ടൈപ്പ് റൈറ്റിംഗ് ആയിരിക്കും നടത്തുന്നുണ്ടായിരിക്കുക. ഇൻ ഓർഡർ ടു മേക്ക് ദാറ്റ് ആർഗ്യുമെന്റ് കൺവിൻസിങ് ഇറ്റ് നീഡ് ടു ബി ക്ലിയർ ആൻഡ് ലോജിക്കൽ. കൺവിൻസിങ് ആവണമെന്നുണ്ടെങ്കിൽ അത് ക്ലിയറും ലോജിക്കലും ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 പൊളിറ്റിക്കൽ പാർട്ടിയിലത്തെ ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അവരെ കൺവിൻസ് ചെയ്യണല്ലേ നമ്മൾ. അപ്പൊ ആളുടെ എന്താ പറയുക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പീനിയൻസ് ഒക്കെ പറഞ്ഞ് ആള് പറയുന്നത് ഇങ്ങനെയാണ്, അത് ശരിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കൺവിൻസ് ചെയ്യിപ്പിക്കണം. അപ്പൊ കൺവിൻസ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയറും ലോജിക്കലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഓക്കെ ഇയാളാണ് റൈറ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്, നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറഞ്ഞ് റീഡേഴ്സിനെ നമ്മൾ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ ആണെന്ന് അവിടെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കൺവിൻസ് ചെയ്യിപ്പിക്കണം. ആ തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ആർഗ്യുമെന്റേഷൻ, ആ തരത്തിലുള്ള റൈറ്റിംഗ്സിനെയാണ് നമ്മൾ ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ്സ് എന്ന് പറയുക. ഇനി ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an argument can be defined as debatable statements which may be or may not be agreed by others. Debatable statementsനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുക. An argument essay consists of a set of debatable statements. Debatable statements ഉണ്ടായിരിക്കണം. This debatable statement can be classified into 2.
നമ്മൾ ബാക്കി എല്ലാത്തിലും നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ല, അതേപോലെ നമ്മുടെ ആർഗ്യുമെന്റേറ്റീവിലുണ്ട്. എങ്ങനെയാണത്? പ്രിമൈസസ് ആൻഡ് കൺക്ലൂഷൻ, ഇങ്ങനെയാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ. പ്രിമൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമൈസസ് ആർ അസേർഷൻസ് ദാറ്റ് ലീഡ് ടു എ കൺക്ലൂഷൻ. നമ്മൾ കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പ്രിമൈസസ് എന്ന് പറയാം. ഇപ്പൊ ഒരു ടിപ്പിക്കൽ ആർഗ്യുമെന്റ് ഹാസ് വൺ കൺക്ലൂഷൻ ആൻഡ് എ മിനിമം ഓഫ് വൺ പ്രിമൈസ്. അതാണ് അതിന്റെ ഒരു കണക്ക്. ചിലതിൽ ഒന്നിൽ കൂടുതൽ എന്താ പറയുക പ്രിമൈസ് ഉണ്ടായിരിക്കാം, വൺ കൺക്ലൂഷൻ ആയിരിക്കാം. പക്ഷെ ടിപ്പിക്കൽ ഒരു ആർഗ്യുമെന്റിൽ വൺ കൺക്ലൂഷൻ ആൻഡ് വൺ പ്രിമൈസ്, അങ്ങനെയാണ് അതിന്റെ രീതി. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദ റൈറ്റർ ഓഫ് എൻ ആർഗ്യുമെന്റേറ്റീവ് എസ്സേ ടേക്സ് എ സ്റ്റാൻഡ് പോയിന്റ്, കറക്റ്റ് ഒരു സ്റ്റാൻഡ് പോയിന്റ് ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ദ മെയിൻ എയിം ഓഫ് റൈറ്റേഴ്സ് ആർഗ്യുമെന്റ് ഇസ് ടു കമ്പൽ ദ റീഡേഴ്സ് ടു ആക്സെപ്റ്റ് ദ വ്യൂസ് ഓഫ് റൈറ്റർ. റൈറ്ററുടെ ആ വ്യൂസിൽ തന്നെ റീഡേഴ്സും ചിന്തിക്കണം, അല്ലെങ്കിൽ അവർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ടായിരിക്കും ഇത് എഴുതുക. പിന്നെ അതേപോലെ തന്നെ ഇൻ ആൻ ആർഗ്യുമെന്റേറ്റീവ് എസ്സേ ദ ആർഗ്യുമെന്റ് ഷുഡ് ബി ക്ലിയർ, ലോജിക്കൽ ആൻഡ് കൺവിൻസിങ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അഞ്ചാമത്തെ സെക്ഷനിലേക്ക് പോവാണ്. അഞ്ചാമത്തെ സെക്ഷൻ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. Compare and contrast essay examine two subjects by either comparing them. അതായത് രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് എഴുതാം. ഇനി നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് കമ്പയർ ചെയ്ത് എഴുതുമ്പോൾ കമ്പാരിസണും കോൺട്രാസ്റ്റും ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ അതിനൊരു കറക്റ്റ് ഒരു ഫോർമാറ്റ് ഉണ്ട്. എങ്ങനെയാ ഫോർമാറ്റ്? ആദ്യം തന്നെ ആസ് യൂഷ്വൽ ഇൻട്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ദ ഓപ്പണിംഗ് പാരഗ്രാഫ് ആണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിലാണ് കമ്പാരിസൺ നടത്തേണ്ടത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് ഓഫ് ദ എസ്സേ. ദ സിമിലാരിറ്റീസ് ഓഫ് ടു ഐറ്റംസ് അണ്ടർ കമ്പാരിസൺ ഈസ് പ്രസന്റഡ് ഹിയർ. യു ക്യാൻ യൂസ് 3 or 4 ബോഡി പാരഗ്രാഫ്സ് ഫോർ റൈറ്റിംഗ് സിമിലാരിറ്റീസ്. ഇപ്പൊ നമ്മളൊരു കാര്യത്തിന്റെ സിമിലാരിറ്റീസ്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള സിമിലാരിറ്റീസ് ഒക്കെ ഇതിലാണ് വരുന്നത്. എന്നൊക്കെ നമ്മൾ പണ്ടും താരതമ്യക്കുറിപ്പൊക്കെ എഴുതാറില്ലേ, അതിൽ നമ്മൾ എഴുതാറില്ലേ, ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ സിമിലാരിറ്റീസ് ആണ് എഴുതുക, പിന്നെയാണ് ഇതും തമ്മിൽ ഇത്രയും ഡിഫറൻസസ് ഉണ്ട് എന്ന് പറഞ്ഞ് എഴുതുക. അപ്പൊ സിമിലാരിറ്റീസ് ഒക്കെ എഴുതേണ്ടത് ഈ സെക്കൻഡ് പാരഗ്രാഫ് ആയിട്ടുള്ള കമ്പാരിസണിലാണ്. ഇനി ഇതിന്റെ ഡിഫറൻസസ് എഴുതുന്നത് തേർഡ് പാരഗ്രാഫ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിലാണ്. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോഡി പാരഗ്രാഫ്സ് യൂസ് ചെയ്യാം. പക്ഷെ കറക്റ്റ് ഫോർമാറ്റ് ഇങ്ങനെയാണ്: ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് കമ്പാരിസൺ, അതിൽ നമ്മൾ സിമിലാരിറ്റീസ് എഴുതും, തേർഡ് കോൺട്രാസ്റ്റ്, അതിൽ നമ്മൾ ഡിഫറൻസസ് എഴുതും, ലാസ്റ്റ് കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്താ? ബ്രീഫ് സമ്മറി ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ഇതുവരെ പറഞ്ഞ സിമിലാരിറ്റിയും ഡിഫറൻസിനൊക്കെ വെച്ചിട്ടൊരു ബ്രീഫ് സമ്മറി, കൺക്ലൂഡിംഗ് റിമാർക്സ് ആൻഡ് കൺക്ലൂഡിങ് ഇറ്റ്. ഇതാണ് 4 പാരഗ്രാഫ്സ് വരുന്ന ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേയുടെ ഫോർമാറ്റ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് തന്നിട്ട് ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ തയ്യാറാക്കാൻ പറഞ്ഞാൽ ഈ ഒരു കറക്റ്റ് ഫോർമാറ്റിലാവണം നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഇതിൽ പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ എഴുതുമ്പോൾ യൂസ് ചെയ്യേണ്ട വൊക്കാബുലറി വേർഡ്സ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഓൾസോ, ബോത്ത്, ബട്ട്, ജസ്റ്റ് ലൈക്ക്, likewise, unlike, on the other hand, whereas, similarly, not only but also, as well as, however, while and similar to. ഈ വക വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു എസ്സേ എഴുതാനായിട്ട് കഴിയും. പിന്നെ ഇനി നമുക്ക് എന്താ ഇതില് എക്സാമിനൊക്കെ വരുന്ന ടൈപ്പ് 2 books ഓഫ് ദ സെയിം ഓതർ. ഒരു ഓതറിന്റെ തന്നെ 2 ബുക്സിനെ കുറിച്ച് എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ, പിന്നെ LED TVയും LCD TVനെ കുറിച്ച് എഴുതാൻ പറയുകയാണെങ്കിൽ, KSRTCയും KURTCനെയും കുറിച്ച് എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ, അർബൻ കോളേജസ്, റൂറൽ കോളേജസ്, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ ടോപ്പിക്സ് ഫോർ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ. അപ്പൊ നമ്മൾ 5 സെക്ഷൻസ് കഴിഞ്ഞു. ഇനി 6മത്തെയാണ് കോസ് ആൻഡ് എഫക്റ്റ്. അത് ഇത്രയേ ഉള്ളൂ. റീസൺസ് ആൻഡ് റിസൾട്ട് നമ്മൾ ഇതിൽ എഴുതുമ്പോൾ കറക്റ്റ് റീസൺസും റിസൾട്ട്സും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം. അതിന്റെ ഫീച്ചേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്: ഇറ്റ് മേക്ക് ഇറ്റ് മാൻഡാറ്ററി ടു എൻക്വയർ ദ റീസൺസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ എഫക്ട്സ്. അതായത് റിസൾട്ട്സ് നമ്മൾ റീസൺസും റിസൾട്ടും ഒക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എഴുതണം. കോസ് ആൻഡ് എഫക്ട് എസ്സേ ഈസ് ഓൾസോ നോൺ ആസ് കാഷ്വൽ അനാലിസിസ്. ഇറ്റ് ഈസ് ആൻ എസ്സേ ഓൺ ആൻ ഇഷ്യൂസ്, ഫിനോമിനൻ ഓർ ആൻ ഇവന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിനെ കുറിച്ചോ ഒക്കെ നമ്മൾ എഴുതുന്ന ടൈപ്പാണ്. അപ്പൊ അതിൽ നമ്മൾ റീസണും അതിന്റെ റിസൾട്ടും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നതാണ് കോസ് ആൻഡ് ഇഫക്റ്റ്. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ആ ഒരു എസ്സേയിൽ യൂസ് ചെയ്യേണ്ട വേർഡ്സ് ആസ് എ റിസൾട്ട്, ഡ്യൂ ടു, therefore, so, in order to, because, hence, thus, yet, consequently, അങ്ങനെയുള്ള വേർഡ്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയും കോസ് ആൻഡ് എഫക്റ്റിൽ പറയുന്നുള്ളൂ. ഇനി 7മത്തതാണ് ഡെഫിനിഷൻ.
It is a way of explaining a word or phrase. The word to be defined may refer to an object, an idea, a place, a phenomenon or a person. ഇവരൊക്കെ കുറിച്ച് ഡിഫൈൻ ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ഡെഫിനിഷൻ എന്ന് പറയാം. അണ്ടർസ്റ്റാൻഡിങ് ദ ഓഡിയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റൈറ്റിംഗ് ദ ഡെഫിനിഷൻസ്. ഡെഫിനിഷൻസ് എഴുതുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടി എഴുതുന്നത്, നമ്മുടെ ഓഡിയൻസ് ആരാന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. While writing definition, an objective style is to be selected. Objective style ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. Definition should be clear and logical ആയിരിക്കണം. While writing definition, write dictionary meanings. അതായത് നമ്മൾ ഡെഫിനിഷൻ ആണ് എഴുതുന്നത്, കറക്റ്റ് ഡെഫിനിഷൻ ആണ് എഴുതാൻ പോകുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് ആ ഡിക്ഷണറിയിലുള്ള വേർഡ്സിന്റെ മീനിങ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതാനായിട്ട് ട്രൈ ചെയ്യണം. ഇത്ര കാര്യങ്ങളെ ഡെഫിനിഷനിൽ വരുന്നുള്ളൂ. ഇനി എട്ടാമത്തെയാണ് പ്രോസസ് അനാലിസിസ്. പ്രോസസ് അനാലിസിസ് മേ ബി for explaining how something happens, works. The former is called informational process analysis and the later is called directional process analysis. അതായത് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, പ്രോസസ് അനാലിസിസ്. ഒരു കാര്യം എങ്ങനെ സംഭവിക്കുന്നു, ഹൗ സംതിങ് ഹാപ്പൻസ് ഓർ ഹൗ സംതിങ് വർക്ക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രോസസ് അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഫോർമറിനെ നമ്മൾ എന്താ പറയുക, ഇൻഫോർമേഷണൽ പ്രോസസ് എന്നാണ് പറയുക. ലേറ്റർ രണ്ടാമത്തേനെ നമ്മൾ പറയുന്നത് ഡയറക്ഷണൽ പ്രോസസ് അനാലിസിസ് എന്നാണ് പറയുക. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, ഡയറക്ഷണൽ പ്രോസസ് അനാലിസിസും ഇൻഫോർമേഷണൽ പ്രോസസ് അനാലിസിസും. അപ്പോൾ ഡയറക്ഷണൽ പ്രോസസ് അനാലിസിസിൽ പറയുന്നത് ഹൗ ടു റിപ്പയർ വാച്ച്, how to write essay, how to assemble computer, how to prepare a food, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡയറക്ഷണൽ പ്രോസസ്സിൽ പറയുക. ഇനി വലിയ വലിയ കാര്യങ്ങളില്ലേ, ഹൗ കാർ എൻജിൻ വർക്ക്സ്, ഹൗ എയ്റോപ്ലെയിൻസ് ഫ്ലൈ, ഇതേപോലുള്ള കാര്യങ്ങളാണ് ഇൻഫോർമേഷണൽ പ്രോസസ്സിൽ വരിക. ഡയറക്ഷനിൽ വാച്ച് എങ്ങനെ റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാം, എങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കാം, ഈ വക കാര്യങ്ങളാണ് ഡയറക്ഷണൽ പ്രോസസ്സിൽ വരിക. ഇനി നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ട വേർഡ്സ് എന്ന് അല്ലെങ്കിൽ ഫ്രേസസ് എന്ന് പറയുന്നത് അഡീഷണലി, ആഫ്റ്റർ, ബിഫോർ, ഡ്യൂറിങ് ദിസ് ടൈം, ഫൈനലി, അൾട്ടിമേറ്റ്ലി, ഫർദർ മോർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ യൂസ് ചെയ്യേണ്ട വേർഡ്സ്. അപ്പൊ ഇത് എട്ടാമത്തെ പ്രോസസ് അനാലിസിസിൽ ഇത്രയേ ഉള്ളൂ, ആ ഒരു ഡിഫറൻസ് ഡയറക്ഷണലും ഇൻഫോർമേഷണലും. അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ലാസ്റ്റത്തെയാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ജനറൽ പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഈസ് ടു ബ്രേക്ക് ബ്രോഡ് subjects into smaller parts. In academic writing, classification and division essay analysis, people thinks categorizing them into small groups or ക്ലാസ്സസ്. അതായത് ഒരു ടോപ്പിക്കിനെ നമ്മൾ സ്മോൾ ഇങ്ങനെ ഗ്രൂപ്പ് ആക്കിയിട്ട് അല്ലെങ്കിൽ സ്മോൾ സബ് ടോപ്പിക്സ് ആക്കിയിട്ട് നമ്മൾ അതിനെ പിന്നെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാം. അതിനാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്ന് പറയും. ഒരു കാര്യത്തിനെ നമ്മൾ സ്മോൾ ഗ്രൂപ്പ്സ്, സ്മോൾ പോർഷൻസ് ആക്കി, സ്മോൾ പാർട്ട് ആക്കിയിട്ട് പറയുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇവിടെ ഇതാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിക്ഷണൽ വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫിക്ഷണലും നോൺ ഫിക്ഷണലും. ഫിക്ഷണലിൽ ഏതാ വരുന്നത്, സ്റ്റോറീസ്, നോവൽ, നോവല്ലാസ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ്. ഫിക്ഷണൽ ആയിട്ടുള്ള വർക്കിനെ സ്മോൾ പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഷോർട്ട് സ്റ്റോറീസ്, നോവൽ, നോവല്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ വരുന്നത്. ഇനി അതിന്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്, യു ക്യാൻ യൂസ് എക്സാമ്പിൾസ് ആൻഡ് ഇല്ലുസ്ട്രേഷൻ, മെൻഷൻ ഇൻ ദ introduction itself the criteria for division, transition words should be used, the items to be classified should have some common characteristics. ഇതൊക്കെയാണ് ഇതിന്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ 9 റെറ്റോറിക്കൽ മോഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. 9 ഏതൊക്കെയാ, നരേഷൻ, ഡിസ്ക്രിപ്ഷൻ, ഇല്ലുസ്ട്രേഷൻ, ആർഗ്യുമെന്റേഷൻ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, കോസ് ആൻഡ് ഇഫക്റ്റ്, ഡെഫിനീഷൻ, പ്രോസസ് അനാലിസിസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ.